ഹലോ അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പാലക് തോരനാണ്. ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ലീഫാണ് പാലക് ലീഫ് അല്ലെങ്കിൽ സ്പിനാച്ച് ലീഫ് എന്ന് പറയുന്നത്. ഇതിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഫൈബേഴ്സൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് പാലക് തോരനായിട്ടും കറിയായിട്ടും പക്കോറയായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന സംഭവമാണ് പാലക്. സോ നമുക്കിത് എങ്ങനെയാണ് പാലക് തോരൻ ഉണ്ടാക്കുന്നത് നോക്കാം. നന്നായിട്ട് അയല കഴുകി വൃത്തിയാക്കി നമ്മൾ ചീരയ്ക്കൊക്കെ അരിയുന്ന പോലെ നന്നായിട്ട് ചെറുതായിട്ട് അരിയുക. അതിൽ തണ്ട് വരുന്ന, അതായത് സ്റ്റെമ്മിൻ്റെ ഭാഗം വരുന്ന പാർട്ട് നൈസായിട്ട് അരിയുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ലീഫിന് അധികം വേവില്ല. അതുകൊണ്ടിട്ട് സ്മോൾ പീസസായിട്ട് അരിയുക. ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചതാണത്. ഇനി നമുക്ക് തോരന് വേണ്ടി അരപ്പ് റെഡിയാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു കൈപ്പിടി തേങ്ങ ചിരകിയത്, അത് കണക്ക് തന്നെ ഒരു 6 കുഞ്ഞുള്ളി, ഒരു പച്ചമുളക്, ഒരു സ്പൂൺ ജീരകം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഇതെല്ലാം മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതിനുശേഷം നമുക്ക് ഒരു കടായിയോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനോ ഇത് നമുക്ക് യൂസ് ചെയ്യാം. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായി വന്നതിന് ശേഷം ആവശ്യമായിട്ടുള്ള കടുക് ഇടുക. കടുക് പൊട്ടി വന്നതിന് ശേഷം ഇതിനകത്ത് ചെറിയ ഉള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത് ഇടുക. ഉള്ളി ചെറുതായിട്ടൊരു ബ്രൗണി കളറായപ്പോൾ ആയി വരുന്ന സമയത്ത് നമുക്ക് വറ്റൽമുളക് ഇടാം. വറ്റൽമുളക് ഇപ്പോൾ എൻ്റെ വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചില്ലി ഫ്ലേക്സാണ് യൂസ് ചെയ്യുന്നത്. ചില്ലി ഫ്ലേക്സ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ബ്രൗണി കളറാകുമ്പോൾ നമ്മൾ നേരത്തെ അരപ്പ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പില്ലേ അതെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് ആ ഒരു പച്ചമുളകൊന്ന് മാറില്ലേ, അപ്പോൾ ആ ഒരു സമയത്ത് ഉപ്പിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഉപ്പിൻ്റെ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പൊടിയാണെന്നുണ്ടെങ്കിൽ പൊടി യൂസ് ചെയ്യാം. അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പാലക് ലീഫിനകത്തിടാം. എന്നിട്ട് നമുക്കത് മൂടി വയ്ക്കാം. അപ്പോൾ ഇളക്കണമെന്നില്ല, പക്ഷെ നമ്മൾ പിന്നെ ഒട്ടും വെള്ളം വേണ്ട, കാരണം ഇതിൽ ധാരാളം ഒരുപാട് വെള്ളമുണ്ട്. സോ ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും. ഇതാണ് നമ്മൾ പാലക് തോരൻ.